കഅബയുടെ താക്കോലൊന്നു കയ്യിൽ പിടിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു റസൂലിന്. ഒരിക്കൽ അതിന്റെ സൂക്ഷിപ്പുകാരനായിരുന്ന ഉസ്മാൻ ബിൻ ത്വൽഹയോട് താക്കോൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നബി. അന്ന് ഉസ്മാൻ പറഞ്ഞതിങ്ങനെയാണ്: മുഹമ്മദ്, നീ ഈ താക്കോലൊന്നും പിടിക്കാനായിട്ടില്ല, അതിനു മാത്രമൊന്നും നീ വളർന്നിട്ടില്ല. റസൂൽ അപ്പോൾ: ഒരു നാൾ ആ താക്കോൽ എന്റെ കയ്യിൽ വരും ഉസ്മാൻ, അന്ന് ഞാനായിരിക്കും കഅബയുടെ സൂക്ഷിപ്പുകാരൻ. ഉസ്മാൻ അപ്പോൾ: ഓ, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. ഇനി എങ്ങാനും വന്നാൽ അത് മക്കയുടെയും കഅബയുടെയും ഒക്കെ അന്ത്യമായിരിക്കും. ഒരിക്കലുമില്ല ഉസ്മാൻ, അന്ന് ഖുറൈശികളും മക്കയും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ ആ താക്കോൽ എന്റെ കയ്യിലായിരിക്കും. പതിറ്റാണ്ടുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. കാലചക്രം ഒരുപാട് മുന്നോട്ട് നീങ്ങി. ഹിജ്റ 8-ാം വർഷം മക്കയും കഅബയുമെല്ലാം കീഴടക്കി, ഖുറൈശികളെയെല്ലാം കീഴടക്കി, കഅബയുടെ മുമ്പിൽ അഭിമാനത്തോടെ ആർജവത്തോടെ നിൽക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അന്ന് അവരുടെ പക്കൽ കഅബയുടെ താക്കോലുണ്ട്. സഹാബത്ത് എല്ലാവരും ജിജ്ഞാസയോടെ നോക്കുകയാണ്, റസൂൽ ആരെയാണ് ഈ താക്കോൽ ഏൽപ്പിക്കുക? പ്രമുഖരായ പല സ്വഹാബത്തും അവർക്കിടയിലുണ്ട്. അതിനിടയിൽ നിന്ന് ഉസ്മാൻ ബിൻ ത്വൽഹയെ വിളിച്ചുകൊണ്ട് നബിതങ്ങൾ ഈ താക്കോൽ കൈമാറി. നിങ്ങളാണ് കഅബയുടെ സൂക്ഷിപ്പുകാരൻ. മുഹമ്മദ്, നീ ഈ താക്കോൽ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ അതേ ഉസ്മാൻ ബിൻ ത്വൽഹയോട് എത്ര മനോഹരമായിട്ടാണ് റസൂൽ തന്റെ പ്രതികാരം നടത്തിയത്.